ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ, ഇന്ത്യയുടെ ആക്രമണം നിർത്തിവെക്കാൻ പാകിസ്ഥാൻ ഇടപെട്ടതിന്റെ, പാകിസ്ഥാൻ അമേരിക്ക സ്വാധീനത്തിന്റെ ഏറ്റവും നിർണായകമായ തെളിവുകൾ പുറത്തു വരികയാണ്. അമേരിക്കൻ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ വേണ്ടി അമേരിക്കയിലെ തന്നെ ലോബിയിങ് സംഘങ്ങളെ, ലോബിയിങ് ഫേമുകളെ പാകിസ്ഥാൻ സമീപിച്ചതിന്റെ ഏറ്റവും നിർണായകമായ രേഖകളാണിപ്പോൾ അമേരിക്കൻ ഏജൻസികൾ പുറത്തുവിട്ടിരിക്കുന്നത്. 3 ദിവസത്തിനിടെ 60 തവണയാണ് അമേരിക്കയുടെ ഭരണകൂടത്തെ ഇടപെടാൻ വേണ്ടി 60 തവണയാണ് അമേരിക്കയുടെ നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെട്ട പാകിസ്ഥാൻ സമീപിച്ചത് എന്നുള്ള ഏറ്റവും നിർണായകമായ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇമെയിൽ വഴി പാകിസ്ഥാന്റെ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. ടെലിഫോൺ കോൾ വഴി പാകിസ്ഥാന്റെ ഭരണകൂടത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചു. മീറ്റിങ്ങുകൾ വഴി പ്രധാനപ്പെട്ട നയതന്ത്ര ഉദ്യോഗസ്ഥരുമായി, അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റുമായി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറിയുമായി, അതുപോലെ തന്നെ മറ്റ് ആഭ്യന്തര ഉദ്യോഗസ്ഥരുമായുള്ള മീറ്റിങ്ങുകൾക്ക് വേണ്ടി വലിയ പരിശ്രമങ്ങൾ പാകിസ്ഥാൻ നടത്തി. പാകിസ്ഥാൻ പരിഭ്രാന്തിയിലായിരുന്നു. ഇന്ത്യയുടെ ഓപ്പറേഷൻ തുടർന്നു പോയാൽ അത് പാകിസ്ഥാന്റെ ഭരണകൂടത്തെ തന്നെ ഇല്ലാതാക്കുമെന്നുള്ള പരിഭ്രാന്തി പാകിസ്ഥാൻ ഉണ്ടായി എന്നുള്ളതാണ് അമേരിക്ക പുറത്തുവിട്ട ഞെട്ടിപ്പിക്കുന്ന ഈ രേഖകളിലൂടെ വ്യക്തമാകുന്നത്. അമേരിക്കയുടെ 5-ലധികം വരുന്ന ലോബിയിങ് ഫേമുകളെ പാകിസ്ഥാൻ സമീപിച്ചുവെന്നും അവർക്ക് വൻതോതിൽ പാരിതോഷികം വാഗ്ദാനം ചെയ്തുവെന്നും, അതുമാത്രവുമല്ല അമേരിക്കൻ ഭരണകൂടത്തിന് പാകിസ്ഥാൻ വൻതോതിലുള്ള ആനുകൂല്യങ്ങളും വൻതോതിലുള്ള പാരിതോഷികങ്ങളും പകരമായി നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും, എങ്ങനെയെങ്കിലും ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ എന്ന ആക്രമണം അവസാനിപ്പിക്കണം, ഇന്ത്യയെ ഈ യുദ്ധത്തിൽ നിന്ന് പൂർണ്ണമായും പിന്മാറ്റണം, ഇന്ത്യ യുദ്ധ വഴിയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാൻ വേണ്ടി എന്തു വിട്ടുവീഴ്ചകൾ ചെയ്യാൻ പാകിസ്ഥാൻ തയ്യാറാണ് എന്ന് പാകിസ്ഥാന്റെ നേതാക്കന്മാർ അമേരിക്കയെ അറിയിച്ചതായുള്ള ഏറ്റവും നിർണായകമായ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പാകിസ്ഥാനിലെ അസംസ്കൃത വസ്തുക്കൾ, പാകിസ്ഥാനിലെ മിനറൽസ്, ധാതു നിക്ഷേപങ്ങൾ, അതിന്മേൽ അമേരിക്കയ്ക്ക് കൈകടത്താനുള്ള അവസരം നൽകാം. അമേരിക്കയ്ക്ക് പാകിസ്ഥാനിലെ ധാതു നിക്ഷേപങ്ങൾ വൻതോതിൽ ഖനനം ചെയ്യുന്നതിനുള്ള അവസരം നൽകാം. അതുപോലെ തന്നെ പാകിസ്ഥാനിൽ സൈനിക താവളങ്ങളും പാകിസ്ഥാനിൽ വ്യോമത്താവളങ്ങളും തുടങ്ങാൻ അമേരിക്കയ്ക്ക് സ്ഥലം നൽകാം. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള അഫ്ഗാനിസ്ഥാന്റെയും ഇറാന്റെയും കാര്യത്തിൽ അമേരിക്കയുടെ ഏത് നിലപാടുകൾക്കൊപ്പവും പാകിസ്ഥാൻ നിലകൊള്ളാമെന്ന് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും പാകിസ്ഥാൻ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയും പാകിസ്ഥാന്റെ സൈനിക മേധാവി അസീം മുനീറും അമേരിക്കയെ അറിയിച്ചതായുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ എന്തു വിട്ടുവീഴ്ചയ്ക്കും പാകിസ്ഥാൻ തയ്യാറായി എന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകളാണ് പുറത്തു വരുന്നത്. അമേരിക്കയുടെ ഫേമുകൾ, അമേരിക്കയുടെ ലോബിയിങ് ഫേമുകൾ പുറത്തുവിട്ട, അമേരിക്കൻ ഭരണകൂടം തന്നെ പുറത്തുവിട്ട ഏറ്റവും നിർണായകമായ പബ്ലിക് ഡോക്യുമെന്റുകളിലൂടെയാണ് പാകിസ്ഥാന്റെ ഈ നാണം കെട്ട നടപടിയെക്കുറിച്ച് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇന്ത്യയുടെ ആക്രമണം അവസാനിപ്പിക്കാൻ, ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കാൻ അമേരിക്ക ഇടപെടുന്നതിന് പകരമായി അമേരിക്കയ്ക്ക് തങ്ങളുടെ ധാതു നിക്ഷേപങ്ങൾ കൈമാറാമെന്നും, അതുപോലെ തന്നെ അഫ്ഗാനിസ്ഥാനെയും ഇറാനെയും ആക്രമിക്കാൻ കൂട്ടുനിൽക്കാമെന്നും പാകിസ്ഥാൻ അമേരിക്കയ്ക്ക് ഉറപ്പ് നൽകുന്നു. എത്രമാത്രം വലിയ ആക്രമണമാണ്, എത്രമാത്രം വലിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ പാകിസ്ഥാന് നൽകിയത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമാണ്. 4 ദിവസം ഇന്ത്യ നടത്തിയ ആക്രമണങ്ങൾ, ആ ആക്രമണത്തിൽ പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമസേനയുടെ എയർബേസുകൾ 11 തരിപ്പണമായത്. പാകിസ്ഥാന്റെ വ്യോമസേന വിമാനങ്ങൾ തകർന്നു. പാകിസ്ഥാന്റെ S-300 വ്യോമ പ്രതിരോധ സംവിധാനം താറുമാറായി. പാകിസ്ഥാന്റെ കശ്മീർ അതിർത്തിയിലുള്ള ചെക്ക് പോസ്റ്റുകൾ, പാകിസ്ഥാൻ സേനയുടെ കമാൻഡ് പോസ്റ്റുകൾ, അതൊക്കെ തന്നെ ഇന്ത്യ തകർത്തരിപ്പണമാക്കി. 100 കണക്കിന് പാകിസ്ഥാൻ സൈനികരാണ് ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് അന്ന് തന്നെ ഇന്ത്യ പുറത്തുവിട്ട കാര്യമാണ്. ഇന്ത്യയുടെ 6 റഫേൽ വിമാനങ്ങളെ വെടിവെച്ചിട്ടു എന്നായിരുന്നു പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വലിയ വീരവാദം. ഇന്ത്യയുടെ ഏതെങ്കിലും ഒരു വിമാനത്തിനെ വെടിവെച്ചിട്ടാൻ പോയിട്ട് ഒരു പോറൽ പോലും ഏൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിഞ്ഞില്ല എന്നുള്ളത് ലോകത്തിന് തന്നെ അറിയാവുന്ന യാഥാർത്ഥ്യമാണ്. എന്നാൽ സ്വയം നാറിയിട്ടും സ്വയം തിരിച്ചടി ലഭിച്ചിട്ടും
ലോകത്തിന് മുന്നിൽ അസത്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട്, ലോകത്തിന് മുന്നിൽ നുണ പറഞ്ഞുകൊണ്ട് സ്വയം സമാധാനിക്കാനാണ് പാകിസ്ഥാൻ ശ്രമിക്കുന്നത്. അതിനെ ഇന്ത്യ വകവെച്ചു കൊടുത്തിട്ടില്ല. ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് ഐക്യരാഷ്ട്രസഭയിൽ തന്നെ പറഞ്ഞു, പാകിസ്ഥാൻ യഥാർത്ഥ യുദ്ധം ജയിച്ചിട്ടില്ല, പാകിസ്ഥാൻ നുണയുദ്ധത്തിലാണ് വിജയിക്കുന്നത്. ലോകത്തിന് പിന്നിൽ ഒരു ഉളുപ്പില്ലാതെ, ഒരു നാണവുമില്ലാതെ നുണ പറയാൻ പാകിസ്ഥാൻ ഇങ്ങനെ ശീലിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ത്യക്കറിയാം ഇന്ത്യ എന്താണ് ചെയ്തത് എന്നുള്ളത്. ഇന്ത്യ ചെയ്ത ആക്രമണത്തിന്റെ വ്യാപ്തി അത് പാകിസ്ഥാൻ സൈന്യത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാൻ സേനയ്ക്ക്, പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾക്ക്, ജെയ്ഷെ മുഹമ്മദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യ താറുമാറാക്കിയിരിക്കുന്നു. അതിന്റെ പരിണത ഫലം നമ്മൾ പിന്നീട് കണ്ടതാണ്. അതായത് പി ഒ കെയിലുള്ള ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ലഷ്കർ ഇ തോയ്ബയുടെയും ഒക്കെ കേന്ദ്രങ്ങൾ പിന്നീട് ഖൈബർ പഷ്തൂഖ മേഖലയിൽ പുനർനിർമ്മിച്ചു കൊടുക്കാൻ തീരുമാനിച്ചത് പാകിസ്ഥാൻ ഭരണകൂടമാണ്, പാകിസ്ഥാൻ സൈന്യമാണ്. എന്തിനാണ് അവർ ഖൈബർ പഷ്തൂഖ മേഖലയിലേക്ക് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും കേന്ദ്രം മാറ്റുന്നത്? അതിന് കാരണം മറ്റൊന്നുമല്ല, ഇനിയും POK ഭീകരന്മാർക്ക് സുരക്ഷിതമല്ല. ഏത് നിമിഷം വേണമെങ്കിലും ഇന്ത്യയുടെ ആക്രമണം POK ഉണ്ടാകാം. അതുകൊണ്ട് തന്നെ POK ഭീകരന്മാരെ തമ്പടിപ്പിക്കുന്നത്, POK ഭീകരന്മാരെ പാർപ്പിക്കുന്നത് ഒട്ടും സുരക്ഷിതമല്ല എന്ന തിരിച്ചറിവിലാണ് POK നിന്ന് ജെയ്ഷെ മുഹമ്മദിന്റെയും ഹിസ്ബുൾ മുജാഹിദിന്റെയും ഒക്കെ കേന്ദ്രം മാറ്റാൻ പാകിസ്ഥാൻ ഭരണകൂടം തീരുമാനിച്ചത്. എന്നിട്ടും പാകിസ്ഥാൻ വീണ്ടും കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒടുവിൽ പാകിസ്ഥാന്റെ സൈനിക മേധാവിയും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായ അസീം മുനീറിന് പറയേണ്ടി വന്നു, ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ ഒരു കരസ്പർശമുണ്ടായി, അള്ളാഹുവിൻ്റെ ഒരു കൈസഹായം ഞങ്ങൾക്കുണ്ടായി. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇന്ത്യക്കെതിരെയുള്ള യുദ്ധത്തിൽ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത്. പാകിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി ഇഷക് ദാർ പിന്നീട് പറഞ്ഞു, ഞങ്ങളുടെ ഒരു സൈനിക ബേസ്, ഞങ്ങളുടെ വ്യോമസേന ബേസ് ഇന്ത്യൻ ആക്രമണത്തിൽ തകർന്നു, അതുമാത്രമേ ഞങ്ങൾക്ക് നഷ്ടമായിട്ടുള്ളൂ, ബാക്കിയൊന്നും തന്നെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ ഞങ്ങളുടെ ഒരു സൈനിക ബേസ് തകർക്കാൻ ഇന്ത്യൻ ആക്രമണത്തിന് കഴിഞ്ഞു. അത് ഇഷക് ദാർ സമ്മതിച്ചു. പിന്നാലെ ആസിഫ് അലി സർദാറി പാകിസ്ഥാന്റെ പ്രസിഡന്റ് പറഞ്ഞു, ഓപ്പറേഷൻ സിന്ദൂറിനിടയിൽ എന്നോട് എൻ്റെ സെക്യൂരിറ്റി ഗാർഡുകൾ പറഞ്ഞത്, പാകിസ്ഥാൻ സൈന്യം പറഞ്ഞത് ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാനാണ്, ബങ്കറുകൾ മാത്രമാണ് സുരക്ഷിതം, അതുകൊണ്ട് തന്നെ ലൈഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട്, വെടിയേൽക്കാത്ത ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ബങ്കറുകൾക്കുള്ളിൽ ഒളിച്ചിരിക്കാനാണ് എന്നോട് സൈന്യം ആവശ്യപ്പെട്ടത്. ഇത് പറഞ്ഞത് പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആസിഫ് അലി സർദാറിയാണ്. കഴിഞ്ഞ ദിവസം പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട ഒരു സൈനിക മേധാവ്, സൈനിക ജനറൽ പറഞ്ഞത്, ഞങ്ങളെ ആക്രമിക്കാൻ ഇന്ത്യ തീരുമാനിച്ചു. ഇന്ത്യയുടെ ആക്രമണത്തിൽ ഞങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. എന്നാൽ ഇന്ത്യയെ ഞങ്ങൾ തിരിച്ചടിച്ചിരിക്കും. ഇന്ത്യക്ക് ഞങ്ങൾ അതിശക്തമായി തിരിച്ചടി നൽകും. പാകിസ്ഥാനെ ആക്രമിച്ച ഇന്ത്യൻ നടപടി വളരെ തെറ്റായിപ്പോയി. ഇന്നല്ലെങ്കിൽ നാളെ ഇന്ത്യക്ക് ഞങ്ങൾ തിരിച്ചടി നൽകും. ഇതാണ് പാകിസ്ഥാന്റെ ഒരു സൈനിക മേജർ ജനറൽ പറഞ്ഞത്. എന്തായാലും ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാൻ ഉണ്ടായത് അതിഗുരുതരമായ നാശനഷ്ടമാണെന്നുള്ളത് ഇതിൽ നിന്ന് വ്യക്തമാകുകയാണ്. പാകിസ്ഥാനുണ്ടായ ആ നാശനഷ്ടത്തെക്കുറിച്ച് ഇപ്പോൾ പാകിസ്ഥാൻ സൈന്യം വെളിപ്പെടുത്തിയില്ലെങ്കിൽ കൂടി രേഖകൾ വെളിപ്പെടുത്തുന്നുണ്ട്. അമേരിക്കൻ ലോബിംഗ് ഏജൻസികൾ പുറത്തുവിട്ട രേഖകൾ പ്രകാരം 60 തവണയാണ് ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് പാകിസ്ഥാൻ അമേരിക്കയെ സമീപിച്ചത്. അമേരിക്കൻ ഭരണകൂടത്തെ സ്വാധീനിച്ചതിൻ്റെ ഏറ്റവും നിർണായകമായ തെളിവുകൾ പുറത്തു വരികയാണ്.